ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നാടൻ രീതിയിൽ ഒരു കുഞ്ഞിച്ചാള. ഇപ്പം എല്ലാവർക്കും കൂട്ടി കുഞ്ഞിച്ചാള. ആ ചാള വെച്ച് നാടൻ രീതിയിൽ നമുക്കൊന്ന് കറി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ 1/2 കിലോ ചാള മേടിച്ച് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. ആദ്യം ഞാൻ ഉള്ളി മുരിയിച്ചല്ല കേട്ടോ. ചില നമ്മൾ വേറെ രീതിയിൽ ഉണ്ടാക്കാറുണ്ട് മീൻകറിയൊക്കെ. ആദ്യം ഉള്ളി വാട്ടിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇത് അല്ല, ഈ പഴയ രീതിയിലൊക്കെ ഉണ്ടാക്കുന്നവരില്ലേ, അമ്മമാരൊക്കെ അതേപോലെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നമുക്കതൊരു മൺചട്ടി എടുത്ത് 3 ചുവന്നുള്ളി, ഒരു വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, പച്ചമുളക് കഴിഞ്ഞതെല്ലാം ചതച്ച് നമുക്ക് കലത്തിലേക്ക് ഇടാം. ഇതിനാവശ്യമായ മഞ്ഞൾപ്പൊടി, എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ഇത്. പച്ചമുളകും എരിവുള്ള, അതുകൊണ്ടാണ് ഞാൻ 2 എടുത്തിരിക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് നമുക്കൊന്ന് ഇത് തിരുമാം. നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ നല്ലോണം കൈകൊണ്ട്, ഉപ്പും ഇതൊക്കെ പിടിക്കാൻ വേണ്ടി. ഇതിനകത്തേക്ക് ഞാൻ 1/2 മുറി തേങ്ങാപ്പാൽ, കട്ടിയുള്ള തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. പുളിക്കനുസരിച്ച് കുടപ്പുളി ഞാനൊരു 4 കഷ്ണം ചെറിയ കുടപ്പുളി എടുത്തിട്ടുണ്ട്. നല്ല പുളിയുള്ള കുടപ്പുളിയാണത്. ആവശ്യത്തിന് ഉപ്പ് വേണം. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി അടപ്പിലേക്ക് വെക്കാം. അടപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് തിളക്കട്ടെ കേട്ടോ. അരപ്പ് തിളച്ചിട്ടുണ്ട്. നമുക്കിനി മീനിടാം. ചെറിയ ചാടാരം പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അധികം വേവില്ല ഇതിന്. 2-3 തിളച്ചാൽ മതി. അപ്പം എല്ലാവരും ചാളയൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ. ചാള ഒന്ന് തിളക്കട്ടെ കേട്ടോ. ചാളക്കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി താളിച്ചൊഴിക്കാം. അതിനായിട്ട് ഒരു ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചുവന്നുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് താളിക്കാനായിട്ട്. ഒന്ന് മുരിഞ്ഞ് വരട്ടെ. എല്ലാവരും നാടൻ രീതിയിലുള്ള ചാളക്കറി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. ചാള മാത്രമല്ല, ഏത് മീനും വെക്കാം ഈ രീതിയിൽ. ഉള്ളി മുരിയാണ്ട് നമുക്ക് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഉള്ളിയും കറിവേപ്പിലയൊക്കെ നല്ലോണം മുരിഞ്ഞിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് സമയത്ത് ഞാനൊരു ഇത് ചെയ്യും. നിങ്ങളൊക്കെ ചെയ്യണ്ടാവെന്ന് അറിയില്ല, ഞാൻ ചെയ്യാറുണ്ട്. ഒരല്പം മീൻകറിക്കാണ് കേട്ടോ. മീൻകറി താളിക്കുമ്പോൾ ഒരല്പം മുളക് പൊടി ഇട്ട് കൊടുക്കട്ടോ. അന്ന് കറിക്കാൻ നെയ്യൊക്കെ തെളിഞ്ഞാൽ ചുമന്ന് നല്ലോണം നെയ്യ് തെളിഞ്ഞേക്കില്ല. അതേപോലെ ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. ഓഫ് ചെയ്തിട്ട് ചെയ്യണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. നമുക്കിനി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ടേസ്റ്റി ആയിട്ടുള്ള നാടൻ രീതിയിലുള്ള ചാളക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, ബൈ.